ശബരിമല അപ്പാച്ചിമേട് ചെല്ലുമ്പോൾ അവിടെ വെടിവഴിപാട്, അതിനുശേഷം ശബരിമല വെടിവഴിപാട്. ശബരിമല എന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം ആലോചിച്ചു പോകും. കാരണം ഭഗവാൻ വനത്തിൻ്റെ ഉള്ളിൽ ധ്യാനഭക്തനായിട്ടിരിക്കുന്ന ഒരു ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രമാണിത്. അതായത് ഒരുവിധ ശല്യങ്ങളിൽ നിന്നും ഒഴിവായി, സമൂഹത്തിൻ്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിവായിട്ട് കാടിൻ്റെ നടുക്ക് പോയി ഭഗവാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ തൊട്ട് ചെവി പോയി വെടി വയ്ക്കുക. നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെ വിളിച്ച് ചെവിയിൽ നിന്ന് ഠോന്ന് വച്ചാൽ സത്യത്തിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സ്വന്തം മകനാണെങ്കിലും ഏറ്റവും ഒറ്റ അടി കൊടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുള്ളൂ. നമ്മളെ ശല്യപ്പെടുത്തുന്നതിനൊരു പരിധി എന്നുള്ള സംഭവം ഉണ്ടാവണം. ശബരിമല നമ്മൾ അങ്ങ് പോയി നിൽക്കുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് ആ വെടി പൊട്ടുമ്പോൾ ഓരോ മരത്തിൻ്റെ കമ്പിൽ നിന്നും കുറേ പക്ഷികൾ പെട്ടെന്ന് പറന്നു പോകും. ഇതേ അവസ്ഥ ഞാൻ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും കണ്ടിട്ടുണ്ട്. ചോറ്റാനിക്കര മുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കുറേ മരങ്ങളുള്ളൊരു ഭാഗത്താണ് അവിടെ വെടിവഴിപാട് നടത്തുന്നത്. അവിടെ ഇങ്ങനെ ഫുൾ ടൈം അനൗൺസ്മെൻ്റാണ്. കാരണം ഇതിൻ്റെ ഫലസിദ്ധിയെപ്പറ്റി, അതിനെപ്പറ്റി വെടിവഴിപാട് നടത്തി കഴിയുമ്പോഴേ, എപ്പോൾ വെടി പൊട്ടുമ്പോഴേ, നമ്മൾ ചിലപ്പോൾ അങ്ങ് നടന്നു പോകുമ്പോൾ പെട്ടെന്നായിരിക്കും പൊട്ടുക. പെട്ടെന്നങ്ങ് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരാളലാണ്. കാരണം ശബ്ദം ഒരു ഇത്ര ഡിസിപ്ലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും താങ്ങാൻ കഴിയുന്നൊന്നുമല്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആ പ്രദേശത്ത് ധാരാളം പക്ഷികളുണ്ട്. ആ പക്ഷികളെല്ലാം അവിടുന്ന് പറന്നു പോകുന്നു. ഇത് സ്ഥിരമായതുകൊണ്ടായിരിക്കാം ഉടനെ തന്നെ അവർ തിരിച്ചും വരുന്നുണ്ട്. മനുഷ്യൻ വേറുന്നുണ്ട്, നമ്മളതിലേ സഞ്ചരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും ഒരു മാർഗ്ഗമില്ല. കാരണം ഇത് ക്ഷേത്രത്തിലെ വഴിപാടാണ് അവിടെ എന്നാണ് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വഴിപാടിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശമില്ല. പക്ഷേ ഇതിൻ്റെ യുക്തികളെപ്പറ്റി നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല ക്ഷേത്രങ്ങളിൽ. കാരണം ശുഭ ചോദിച്ചത് തന്നെയാണ് യഥാർത്ഥ ചോദ്യം. ഭഗവാനെ വിളിച്ചുണർത്താൻ, ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്താൻ വലിയ വെടിപൊട്ടിച്ചല്ല വേണ്ടത്. കാരണം അയാൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ അയാളെ ഉണർത്താനാണ് ശ്രമിക്കുന്നത്. ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് തോന്നിയാൽ തന്നെ അത് വലിയ അബദ്ധമാണ്. കാരണം 24 മണിക്കൂറും നമ്മുടെ കൂടെയുള്ള ആ ഈശ്വരൻ എങ്ങനെയാണ് ഉറങ്ങുക? ഇത്രയും ആളുകളുടെ കാര്യം ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഉറങ്ങാൻ പറ്റുക? ഇടയ്ക്ക് അദ്ദേഹം ഭക്തരുടെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഇത്ര വലിയ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന് എത്ര ഇറിറ്റേറ്റഡ് ആവും.